തിരുവനന്തപുരത്ത് പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് എസ്എഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച്. നേരത്തെ കേരള യൂണിവേഴ്സിറ്റിയിൽ എസ്എഫ്ഐ പ്രതിഷേധത്തിനിടെ പോലീസുകാരുടെ ഭാഗത്തുണ്ടായ മോശം പെരുമാറ്റത്തെ തുടർന്നാണ് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ മാർച്ചിന്റെ മുൻനിരയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി കമലേഷ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. കമലേഷ്, കമ്മീഷണർ ഓഫീസിലേക്ക് ഇപ്പോൾ എസ്എഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ കേരള യൂണിവേഴ്സിറ്റിയിൽ എസ്എഫ്ഐ പ്രതിഷേധത്തിനിടെ വളരെ മോശമായി പോലീസ് ഉദ്യോഗസ്ഥർ പെരുമാറുന്നത് കണ്ടതാണ്. കുട്ടികളുടെ മുടിക്കടക്കം പിടിച്ച് വലിച്ചുകൊണ്ടുപോകുന്ന ക്രൂരമായ ഇടപെടൽ കണ്ടതാണ്. അതിൽ ശക്തമായ പ്രതിഷേധമാണോ, അതിന്റെ ഭാഗമാണോ ഇപ്പോൾ മാർച്ച്? ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. എസ്എഫ്ഐയുടെ പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കമ്മീഷണർ ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച്. നേരത്തെ രാവിലെ കേരള യൂണിവേഴ്സിറ്റിയിൽ അല്പസമയം മുമ്പ് നടത്തിയ പ്രതിഷേധത്തിൽ എസ്എഫ്ഐ പ്രവർത്തകരോട് ഏറ്റവും മോശമായ രീതിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടത്. വനിതാ പോലീസ് പോലും ഇല്ലാതെ പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. കുട്ടികളുടെ മുടിക്കടക്കം പിടിച്ചുകൊണ്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് കണ്ടതാണ്. ക്രിമിനലുകളെ കൈകാര്യം ചെയ്യുന്നത് പോലെയായിരുന്നു എസ്എഫ്ഐ പ്രവർത്തകരോട് പോലീസ് ഇടപെട്ടത്. അതിന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കമ്മീഷണർ ഓഫീസിലേക്ക് എസ്എഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ മുൻപിൽ നിന്ന് ആശാൻ സ്ക്വയറിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കമലേഷ്, കേൾക്കാം. മനു, തീർച്ചയായും രാവിലെ ഈ LLB ഒന്നാം വർഷ പരീക്ഷയുമായി ബന്ധപ്പെട്ട അവരുടെ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട വലിയ പരാതികൾ ഉയർന്നു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം ഉന്നയിച്ച് വലിയ പ്രതിഷേധം യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറുടെ ഓഫീസിന് മുന്നിൽ എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ നടത്തിയത്. സമാധാനപരമായ പ്രതിഷേധമായിരുന്നു. രജിസ്ട്രാറുടെ ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് അവിടെ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു വിദ്യാർത്ഥികൾ. പക്ഷേ പെട്ടെന്ന് തന്നെ വളരെ മോശമായ ക്രൂരമായ ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. പെൺകുട്ടികളെ ഉൾപ്പെടെ വനിതാ പോലീസുകാരില്ലാതെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമുണ്ടായി. ആൺകുട്ടികളുടെ ഉൾപ്പെടെ മുടിയിൽ കുത്തിപ്പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ തത്സമയം പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. അതിപ്പോഴും പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ആ നിലയിലേക്ക് വളരെ മോശമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ വിദ്യാർത്ഥി സമരത്തിന് നേരെ ഉണ്ടായി എന്നതാണ്. അതിൽ ഏതാണ്ട് 20ഓളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുമുണ്ട്. പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ വനിതാ പോലീസിന്റെ സാന്നിധ്യമില്ലാതെ അറസ്റ്റ് ചെയ്തു എന്നതുൾപ്പെടെയാണ് അവർ വലിയ പരാതിയായി മുന്നോട്ട് വെക്കുന്നത്. സ്വാഭാവികമായും നമുക്ക് ഇപ്പോൾ മാർച്ചിൽ നേതാക്കളുടെ പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ തേടാൻ കഴിയുമോ? പുതിയ പ്രേക്ഷകർ വരുമ്പോൾ അവർക്ക് കൂടി അത് കേൾക്കാമല്ലോ. മനു, തീർച്ചയായും വലിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ എസ്എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി നന്ദനുണ്ട്. വലിയ ഒരു മോശമായ ഇടപെടലാണ് പോലീസിന്റെ. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കേണ്ടി വന്നത്. പെൺകുട്ടികളെ പോലീസ്, വനിതാ പോലീസ് ഇല്ലാതെ പെൺകുട്ടികളെ വന്ന് പുരുഷ പോലീസ് പിടിക്കുകയാണ്. അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അതെങ്ങനെ അംഗീകരിക്കാൻ വേണ്ടി പറ്റും? അതങ്ങനെ അംഗീകരിക്കാൻ വേണ്ടി എസ്എഫ്ഐക്ക് പറ്റില്ല. അതുകൊണ്ട് ശക്തമായ സമരത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കമ്മീഷൻ ഓഫീസിലേക്ക് നമ്മൾ പോകുന്നത്. ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ വരട്ടെ, ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഇതിൽ ആ ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായി കാണുന്നുണ്ടായിരുന്നു ഈ വിദ്യാർത്ഥികളുടെ മുടിയിൽ ഉൾപ്പെടെ കുത്തിപ്പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നത്. അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. കേരളം ഭരിക്കുന്നത് ആരാ? കേരളത്തിന്റെ പോലീസിനെ അഴിച്ചുവിട്ടേക്കാണോ? ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ഇത് കാണണം, അടിയന്തരമായി ഇടപെടണം ഈ വിഷയത്തിനകത്ത്. ഇത്തരത്തിലേക്ക് സമീപനം സ്വീകരിച്ച പോലീസുകാർക്കെതിരെ കർശന നടപടി ഉണ്ടാവണം. അതാണ് എസ്എഫ്ഐയുടെ ആവശ്യം. മനു, ആ നിലയിലാണ് എസ്എഫ്ഐ ഇത്തരത്തിൽ ഈ അതിക്രമം കാണിച്ച പോലീസുകാർക്കെതിരെ വളരെ കൃത്യമായ ഒരു നടപടി ഉണ്ടാകണം എന്ന ആവശ്യമാണ് എസ്എഫ്ഐ മുന്നോട്ട് വെക്കുന്നത്. വളരെ മോശമായാണ് പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് എന്നത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടിട്ടുള്ളതാണ്. ഏതായാലും നിലവിൽ ഇപ്പോൾ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. 20ഓളം വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് AR ക്യാമ്പിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെ ഉൾപ്പെടെ കാര്യത്തിൽ എങ്ങനെയാണ് മറ്റ് കാര്യങ്ങൾ എന്നത് ഇവർക്ക് അറിയില്ല. അവരെ എവിടെയാണെന്നോ എന്താണോ എന്നുള്ളത് കൃത്യമായ പോലീസ് ഉദ്യോഗസ്ഥർ അവരോട് വ്യക്തമാക്കിയിട്ടുമില്ല എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യം. ഏതായാലും വലിയ പ്രതിഷേധത്തിലേക്ക് എസ്എഫ്ഐ പോകുന്നു. ശക്തമായ പ്രതിഷേധ മാർച്ച് കമ്മീഷൻ ഓഫീസിലേക്ക് പുരോഗമിക്കുകയാണ്. മനു, ശരി, ആ മാർച്ച് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാർച്ച് ഇപ്പോൾ പാളയത്തേക്ക് എത്തിയിരിക്കുകയാണ്. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം കടന്ന് പാളയത്തേക്ക് എത്തിയിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റിയുടെ മുൻപിൽ നിന്നാണ്, ആശാൻ സ്ക്വയറിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചിരിക്കുന്നത്. കമ്മീഷണർ ഓഫീസിലേക്കാണ് മാർച്ച് പോകുന്നത്. ഇപ്പോൾ പാളയം ജംഗ്ഷനിലേക്ക് മാർച്ച് വന്നിരിക്കുകയാണ്. രക്തസാക്ഷി മണ്ഡപത്തിന് മുൻപിലുള്ള പ്രദേശമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മോശമായ സമീപനം വിദ്യാർത്ഥികളുടെ നേർക്ക് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. പെൺകുട്ടികളടക്കം മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചുകൊണ്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ശക്തമായ നടപടി എടുക്കണം ആ ഉദ്യോഗസ്ഥർക്കെതിരെ എന്ന ആവശ്യമാണ് എസ്എഫ്ഐ മുന്നോട്ട് വയ്ക്കുന്നത്. വിവരങ്ങളാണ് തത്സമയം കമലേഷ് നൽകിയത്.